കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോ, റേഡിയോ പ്രിയോ. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോ, റേഡിയോ പ്രിയോ, റേഡിയോ പ്രിയോ. We the Butterflies of 6C proudly present today's Radio Prayer episode with our Shifa teacher. I am Diksha Shankar. And I am Joel Anil signing in. ജീവിതത്തിൽ നമുക്ക് ചുറ്റും ഒരുപാട് സ്രോതസ്സുകളുണ്ട്. നമുക്ക് വിജയിക്കാനും ലക്ഷ്യത്തിലെത്താനും അവ ശരിയായി ഉപയോഗിക്കണം. എന്നാൽ പലപ്പോഴും അവ തിരിച്ചറിയാനും ഉപയോഗപ്പെടുത്താനും നമുക്ക് സാധിക്കാതെ പോകുന്നു. നമ്മുടെ അധ്യാപകർ, മാതാപിതാക്കൾ, സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ എന്നിവർ നമ്മുടെ വിജയം കാക്ഷിക്കുന്നവരാണ്. ഇവരുടെയെല്ലാം പ്രാർത്ഥന, സ്നേഹം, ഉപദേശങ്ങൾ, സഹായ സഹകരണങ്ങൾ എന്നിവ നമ്മെ മുന്നോട്ട് നയിക്കുന്ന ഘടകങ്ങളാണ്. ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങൾ തേടിയുള്ള ഈ യാത്രയിൽ നമുക്ക് ചുറ്റുമുള്ള നന്മയുടെ സ്രോതസ്സുകളെ തിരിച്ചറിയുവാൻ നമുക്ക് സമയം കണ്ടെത്താം. അവയെ നിസ്വാർത്ഥമായി സ്നേഹിച്ചും ആശ്രയിച്ചും ഉപയോഗപ്പെടുത്തിയും നമുക്ക് വിജയത്തിലേക്ക് മുന്നേറാം. കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോ, റേഡിയോ പ്രിയോ, റേഡിയോ പ്രിയോ. ഇന്ന് റേഡിയോ പ്രിയോറിൽ ആദ്യം ഒരു ഡിവോഷണൽ സോങ് ആണ്. പാട്ട് എഴുതിയാൽ തന്നെ പാടുമ്പോൾ കേൾക്കാൻ ഒരു രസമായിരിക്കും അല്ലേ? പാടുന്നത് മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം ബീനച്ചേച്ചി. അൻപ നിറഞ്ഞോരമ്മേ, നീ സ്ത്രീകളിലെന്നും നീ തന്നെ, നിന്നോദര ഫലമായെന്നും നിന്നാമം എന്നും വാഴ്ത്തിയിടുമേ. ശുദ്ധമറിയമേ തമ്പുരാൻ്റമ്മേ, പാപികൾക്കായെന്നും പ്രാർത്ഥിക്കണേ. നന്മ നിറഞ്ഞോരമ്മേ, നീ സ്ത്രീകളിലെന്നും നീ തന്നെ, നിന്നോദര ഫലമായെന്നും നിന്നാമം എന്നും വാഴ്ത്തിയിടുമേ. കനിവുള്ളൊരമ്മേ, കന്യകാമേരി, ത്രിലോകരാജ്ഞിയാം മാതേ. കനിവുള്ളൊരമ്മേ, കന്യകാമേരി, ത്രിലോകരാജ്ഞിയാം മാതേ. നിൻ തിരുമുൻപിൽ വന്നണയുമ്പോൾ മക്കളെ എന്നും കാത്തുകൊള്ളുക. നിൻ തിരുമുൻപിൽ വന്നണയുമ്പോൾ മക്കളെ എന്നും കാത്തുകൊള്ളുക. നന്മ നിറഞ്ഞോരമ്മേ, നീ സ്ത്രീകളിലെന്നും നീ തന്നെ, നിന്നോദര ഫലമായെന്നും നിന്നാമം എന്നും വാഴ്ത്തിയിടുമേ. സ്നേഹത്തിനമ്മേ, പരിശുദ്ധമറിയമേ, ആശ്രിതർക്കാശ്വാസം നീയേ. സ്നേഹത്തിനമ്മേ, പരിശുദ്ധമറിയമേ, ആശ്രിതർക്കാശ്വാസം നീയേ. അമല മനോഹരി അമ്മയല്ലേ നീ, നിൻ പുത്രനോടെന്ന് പ്രാർത്ഥിക്കണേ. അമല മനോഹരി അമ്മയല്ലേ നീ, നിൻ പുത്രനോടെന്ന് പ്രാർത്ഥിക്കണേ. നന്മ നിറഞ്ഞോരമ്മേ, നീ സ്ത്രീകളിലെന്നും നീ തന്നെ,
ശുദ്ധമറിയമേ തമ്പുരാൻ്റമ്മേ, പാപികൾക്കായെന്ന് പ്രാർത്ഥിക്കണേ. നന്മ നിറഞ്ഞോരമ്മേ, നീ സ്ത്രീകളിലെന്നും നീ തന്നെ. നിന്നോദര ഫലമായെന്നും നിന്നാമം എന്നും വാഴ്ത്തിയിടുമേ. ആവേ മരിയ, ആവേ മരിയ, ആവേ 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 മരിയ, ആവേ മരിയ, ആവേ മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ. Cleanliness is next to godliness. Let's hear a speech on cleanliness by Joel Anil. Good morning to all. Today I am going to speak on cleanliness. Cleanliness is very important in our life. Cleanliness makes our body healthy and clean. Cleanliness has so many benefits. It protects us from many types of diseases. Cleanliness is next to godliness. So we should always keep our body, homes and surroundings clean. Thank you. പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. ഇന്നെനിക്ക് പൊട്ടുകുത്താൻ എന്ന മനോഹര ഗാനവുമായി എത്തുന്നു നമ്മുടെ ക്ലാസ്സിലെ ദീക്ഷയുടെ അമ്മ ശ്രീമതി അഞ്ജു ശങ്കർ. ഇന്നെനിക്ക് പൊട്ടുകുത്താൻ സന്ധ്യകൾ ചാലിച്ച സിന്ദൂരം. ഇന്നെനിക്ക് കണ്ണെഴുതാൻ വിണ്ണിലെ നക്ഷത്ര മഷിക്കൂട്. ഇന്നെനിക്ക് പൊട്ടുകുത്താൻ സന്ധ്യകൾ ചാലിച്ച സിന്ദൂരം. ഇന്നെനിക്ക് കണ്ണെഴുതാൻ വിണ്ണിലെ നക്ഷത്ര മഷിക്കൂട്. എന്റെ സ്വപ്നത്തിൻ എഴുനിലവീട്ടിൽ കഞ്ചബാണന്റെ കളിത്തോഴൻ. എന്റെ സ്വപ്നത്തിൻ എഴുനിലവീട്ടിൽ കഞ്ചബാണന്റെ കളിത്തോഴൻ. കണ്ണിലാകെ കതിരൊളി വീശി വന്നു കയറിപ്പോയി. കണ്ണിലാകെ കതിരൊളി വീശി വന്നു കയറിപ്പോയി. മാപനി പാ ഗ ഗ ഗ മരി സാ മരി പാ നീ ധ നീ സാ മാരി നീ സാ നീ ധ നീ നീ സാ നീ നീ മാ പ ഗ മരി സ നീ സ മാരി പ മ പ നീ ധ നീ നീ സാ നീ രി ഗ മരി സ നീ ധ നീ നീ സാ നി പ മ പ ഗ മരി സ മാരി പ മ നീ ധ നീ സ മരി പ ഗ മരി സ രി രി നി സ നി പ മ പ നി ധ നി നി സ മ പ നി ധ നി നി സ മ പ നി ധ നി നി സ. ഇന്നെനിക്ക് പൊട്ടുകുത്താൻ സന്ധ്യകൾ ചാലിച്ച സിന്ദൂരം. ഇന്നെനിക്ക്
പ്രിയ കൂട്ടുകാരെ, നമ്മൾ ദീപാവലി ആഘോഷിക്കാൻ ഒരുങ്ങുകയാണല്ലോ. എന്താണ് ദീപാവലി? ദീപാവലിയെക്കുറിച്ചും അതിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ചും നമ്മോട് പങ്കുവയ്ക്കാൻ എത്തുന്നു ദേവികൃഷ്ണ. ദീപാലങ്കാരങ്ങൾ കൊണ്ടാഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ദീപാവലി അഥവാ ദിവാലി. തുലാമാസത്തിലെ അമാവാസി ദിവസമാണ് ദീപാവലി ആഘോഷിച്ചിരുന്നത്. 5 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവത്തിൻ്റെ അവസാന ദിവസമാണ് ദീപാവലി എന്നറിയപ്പെടുന്നത്. ദീപങ്ങളുടെ ഉത്സവമായ ഇന്ന് ഹിന്ദു, ജൈന, സിഖ് മതവിശ്വാസികൾ വിളക്കുകൾ തെളിയിച്ചും വർണ്ണമനോഹരമായ പടക്കങ്ങൾ പൊട്ടിച്ചും ഇത് ആഘോഷിക്കപ്പെടുന്നു. തമസോമ ജ്യോതിർഗമയ എന്ന വേദവാക്യമാണ് ദീപാവലിയുടെ സന്ദേശമായി അറിയപ്പെടുന്നത്. ഇരുളിൻ്റെ മേൽ വെളിച്ചത്തിനുള്ള പ്രാധാന്യം അഥവാ തിന്മയ്ക്കുമേൽ നന്മയുടെ വിജയം എന്നതാണ് ഈ ഉത്സവത്തിൻ്റെ സന്ദേശം. കുഞ്ഞുങ്ങൾ തന്നാദം റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. ദീപാവലി സ്വീറ്റ്സ് ഇല്ലാതെ എന്ത് ദീപാവലി ആഘോഷം? സ്വീറ്റ്സ് പാക്കറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ലഡു ആണല്ലോ. ലഡു ഉണ്ടാക്കുന്ന വിധം നമുക്ക് പറഞ്ഞു തരാനെത്തുന്നു ദീക്ഷ ശങ്കർ. നമസ്കാരം കൂട്ടുകാരെ, നമുക്കിന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലഡു എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. ലഡു ഉണ്ടാക്കാനായിട്ട് വേണ്ടത് വെറും 2 ചേരുവകളാണ്: കടലമാവും പഞ്ചസാരയും. ആദ്യം തന്നെ ആവശ്യത്തിനുള്ള കടലമാവ് ഒരു ബൗളിലേക്ക് ഇടുക. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ടുകൊടുക്കാം. ഒരൽപ്പം ബേക്കിംഗ് സോഡ ഉണ്ടെങ്കിൽ മാത്രം ചേർക്കുക. ഇത്രയും ചേരുവകൾ ചേർത്ത് ഒന്നിളക്കുക. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ചേർത്ത് നന്നായി ഇളക്കുക. വെള്ളം എപ്പോഴും ഒരുമിച്ചൊഴിക്കാതെ കുറച്ച് മാത്രം ഒഴിച്ചിളക്കുക. ഇങ്ങനെ പല പ്രാവശ്യം കുറച്ചൊഴിച്ച് ദോശമാവിന്റെ പരുവത്തിൽ ഉണ്ടാക്കിയെടുക്കുക. ഇനി ഇത് 10 മിനിറ്റ് നേരം മാറ്റിവെക്കുക. ഇനി ഒരു പാനിൽ മുക്കി പൊരിക്കാൻ പാകത്തിന് എണ്ണ ചൂടാക്കുക. എണ്ണ നന്നായി ചൂടാക്കി കഴിയുമ്പോൾ തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിവെക്കുക. ഇനി ഒരു തുളകളുള്ള സ്പൂൺ എടുത്തതിന് ശേഷം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മാവെടുത്ത് സ്പൂണിൽ കൂടി ഒഴിക്കുക. ഇനി ഇത് 5-10 സെക്കൻഡിൽ ഇടരുത്. കൂടുതൽ നേരം എണ്ണയിൽ ഇട്ടാൽ അത് മുരിഞ്ഞു പോകും. മുരിഞ്ഞു പോയാൽ നമുക്ക് ലഡു ഉണ്ടാക്കാനായിട്ട് സാധ്യമല്ല. അത് മുരിഞ്ഞു പോകുന്നതിന് മുമ്പ് നമുക്ക് പാനിൽ നിന്ന് കോരിയെടുക്കണം. പിന്നീട് ഇതിലേക്ക് കൃത്യം 1/2 കപ്പ് വെള്ളം ഒഴിക്കുക. ഇനി ഇത് പഞ്ചസാര തിളക്കുന്നത് വരെ നന്നായി ഇളക്കി ലയിപ്പിച്ചെടുക്കുക. തിളച്ചു കഴിഞ്ഞാൽ ഇതിലേക്ക് വറുത്തെടുത്ത ബൂന്തി ചേർക്കുക. അധികം നേരം പഞ്ചസാര തിളക്കാൻ പാടില്ല. അങ്ങനെ തിളച്ചാൽ പഞ്ചസാര പാനി കുറുകിപ്പോകും. നന്നായിട്ട് ഇളക്കി കഴിഞ്ഞതിന് ശേഷം തീ ഓഫ് ചെയ്യുക. വേണമെങ്കിൽ ആവശ്യത്തിന് യെല്ലോ ഫുഡ് കളറും ഏലക്ക പൊടിച്ചതും ചേർക്കാവുന്നതാണ്. വീണ്ടും നന്നായിട്ട് ഇളക്കുക. ഇനി അല്പം നേരം ചൂട് കുറയാനായി വെക്കുക. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസും വറുത്തെടുക്കാം. ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉണ്ടാക്കിയാൽ മതി. അതിനായി ഒരു പാനിൽ നെയ്യ് ചൂടാക്കുക. ചൂടാക്കിയ നെയ്യിൽ കുറച്ച് കാഷ്യൂനട്ട് ഇടുക. കാഷ്യൂനട്ടിന്റെ കളറ് മാറി തുടങ്ങുമ്പോൾ കുറച്ച് കിസ്മിസും ചേർക്കുക. എന്നിട്ട് നല്ലപോലെ ഇളക്കുക. ഇനി ഇത് നമുക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബൂന്തിയിലേക്ക് ചേർക്കുക. ഇനി നമ്മുടെ കയ്യിലെടുക്കാൻ പറ്റുന്ന ചൂടാകുമ്പോൾ അത് കയ്യിലെടുത്ത് അമർത്തി ഷേപ്പിലാക്കി ഉരുട്ടിയെടുക്കുക. ഉരുട്ടിയെടുത്തതിന് ശേഷം ലഡു ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി മാറ്റിവെക്കുക. നമ്മുടെ ലഡു തയ്യാർ. അടുത്തതായി ഒരു പാട്ടുമായി എത്തുന്നു ഷിഫ ടീച്ചർ. സീമന്തരേഖയിൽ ചന്ദനം ചാർത്തിയ ഹേമന്ത നീല നിശീഥിനി, സീമന്തരേഖയിൽ ചന്ദനം ചാർത്തിയ ഹേമന്ത നീല നിശീഥിനി, മാനസദേവന്റെ ചുംബന പൂക്കളോ സ്മേരവതി നിന്റെ
ചൊടിയിണയിൽ സീമന്തരേഖയിൽ ചന്ദനം ചാർത്തിയ ഹേമന്ത നീല നിശീഥിനി വൃശ്ചികമാനത്തെ പന്തലിൽ വെച്ചോ പിച്ചകപ്പൂവല്ലി കൊടിലിൽ വെച്ചോ വൃശ്ചികമാനത്തെ പന്തലിൽ വെച്ചോ പിച്ചകപ്പൂവല്ലി കൊടിലിൽ വെച്ചോ ആരോടും ചിരിക്കുന്ന കുസൃതിക്കു പ്രിയദേവൻ ജീരക കസവിൻ്റെ പുടവ തന്നു പട്ടു പുടവ തന്നു നീ ശ്രീമംഗലയായി അന്നു നീ സീമന്തിനിയായി സീമന്തരേഖയിൽ ചന്ദനം ചാർത്തിയ ഹേമന്ത നീല നിശീഥിനി ആറാട്ടുഗംഗ തീർത്ഥത്തിൽ വെച്ചോ ആകാശപ്പാലതൻ തണലിൽ വെച്ചോ ആറാട്ടുഗംഗ തീർത്ഥത്തിൽ വെച്ചോ ആകാശപ്പാലതൻ തണലിൽ വെച്ചോ മുത്തിന്മേൽ മുത്തുള്ള സ്നേഹോപഹാരം മുഗ്ധവതി ദേവൻ നിനക്കു തന്നു ദേവൻ നിനക്കു തന്നു നീ പുളകാർദ്രയായി അന്നു നീ സ്നേഹവതിയായി സീമന്തരേഖയിൽ ചന്ദനം ചാർത്തിയ ഹേമന്ത നീല നിശീഥിനി മാനസദേവന്റെ ചുംബന പൂക്കളോ സ്മേരവതി നിന്റെ ചൊടിയിണയിൽ സീമന്തരേഖയിൽ ചന്ദനം ചാർത്തിയ ഹേമന്ത നീല നിശീഥിനി. You're listening to Radio Prior, presented by Little Kites, St. Philomena's HSS Kunamav. പ്രിയ കൂട്ടുകാരെ, നിങ്ങൾ ദീർഘസമയം മൊബൈൽ ഫോൺ ഉപയോഗിക്കാറുണ്ടോ? പഠിക്കാനും കളിക്കാനും നല്ല പുസ്തകങ്ങൾ വായിക്കാനുമുള്ള സമയം നിങ്ങൾ മൊബൈൽ ഗെയിമുകൾ കളിച്ച് നഷ്ടപ്പെടുത്തുകയാണോ? മൊബൈൽ ദുരുപയോഗം കുട്ടികളിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മോട് പങ്കുവയ്ക്കാനെത്തുന്നു ഇവാഞ്ചലിൻ മരിയ. കുട്ടികളിൽ മൊബൈൽ ഫോൺ ദുരുപയോഗം അവരുടെ മാനസികവും ശാരീരികവുമായ വളർച്ചയെ പ്രതികൂലമായി ബാധിക്കുന്നു. ഇത് ഉറക്കക്കുറവ്, പഠനത്തിലെ തടസ്സങ്ങൾ, പെരുമാറ്റ വൈകല്യങ്ങൾ, സാമൂഹികമായ ഒറ്റപ്പെടൽ, കാഴ്ചയെ ബാധിക്കുന്നതിലുൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയിലേക്ക് നയിക്കും. ഈ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ മൊബൈൽ ഉപയോഗം നിയന്ത്രിക്കുകയും മറ്റു വിനോദങ്ങളിൽ ഏർപ്പെടുകയും പുസ്തകങ്ങൾ വായിക്കുകയും ചെയ്യേണ്ടതാണ്. കൂട്ടുകാരെ, നമ്മൾ കടയിൽ പോകുമ്പോൾ പുളിമിഠായി വാങ്ങാറില്ലേ? എന്നാൽ നമുക്കിനി പുളിമിഠായി വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. പുളിമിഠായി ഉണ്ടാക്കുന്ന വിധം പറഞ്ഞു തരാനെത്തുന്നു റോസ് കെ. കൂട്ടുകാരെ, നിങ്ങൾക്ക് പുളിമിഠായി ഇഷ്ടമാണല്ലോ. നമുക്ക് പുളിമിഠായി ഉണ്ടാക്കിയാലോ? പുളിമിഠായി ഉണ്ടാക്കാനായി കുറച്ച് വെള്ളത്തിൽ പുളിയിടുക. അത് വെള്ളത്തിലിട്ട് ചലിച്ചതിന് ശേഷം പുളി എടുത്ത് മാറ്റുക. ആ പുളിയുള്ള വെള്ളത്തിൽ ശർക്കര പൊടിച്ചിടുക. അതിനുശേഷം അടുപ്പിൽ വച്ച് കുറുക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ പുളിമിഠായി റെഡിയായി കഴിഞ്ഞു. ഇനി നിങ്ങൾ വെറുതെ കടയിൽ പോയി മേടിക്കില്ലല്ലോ. കുഞ്ഞുങ്ങൾ തന്നാദം റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. അടുത്തതായി മനോഹരമായ ഒരു മാപ്പിളപ്പാട്ടുമായി എത്തുന്നു ഫാത്തിമ ഫർസീന. പുന്നാര മെഹമൂദിൻ പൂമണി മോളുടെ കാനോത്ത് പൂവത്ത ഫാത്തിമ സുഹറാക്കുള്ളിൽ കുഴലൂത്ത്
കാണോത്ത് കണ്ണാടിയേ കവിളത്ത് ബീവിക്കുണ്ടൊളി മത്താപ്പ് കാണോത്ത് രാവിനായി നീലാകാശമേലാപ്പ് ഹാത്തിമുലമ്പിയ മുത്ത് മുഹമ്മദ് ഫാത്തിമ ബീവിതൻ കാണോത്തിന്നാണ് ഹാത്തിമുലമ്പിയ മുത്ത് മുഹമ്മദ് ഫാത്തിമ ബീവിതൻ കാണോത്തിന്നാണ് പുന്നാര മെഹമൂദിൻ പൂമണി മോളുടെ കാണോത്ത് പൂവത്ത ഫാത്തിമ സുഹറ കൊള്ളിൽ കുഴലൂത്ത് ബീവി ഖദീജ പെറ്റു വളർത്തിയ വാത്സല്യ പൂന്തളിരാണ് ബി ഫാത്തിമ കലിപുലി തങ്ങൾ വന്നിണയാം രാവാണ് ബീവി ഖദീജ പെറ്റു വളർത്തിയ വാത്സല്യ പൂന്തളിരാണ് ബി ഫാത്തിമ കലിപുലി തങ്ങൾ വന്നിണയാം രാവാണ് ത്വാഹറസോലം ലാളിച്ച് പോറ്റിയൊരൽ മക്കനിയാണ് ത്വാഹറസോലം ലാളിച്ച് പോറ്റിയൊരൽ മക്കനിയാണ് ഹാത്തിമുലമ്പിയ മുത്ത മുഹമ്മദ് ഫാത്തിമ ബീവിതൻ കാണോത്തിന്നാണ് ഹാത്തിമുലമ്പിയ മുത്ത മുഹമ്മദ് ഫാത്തിമ ബീവിതൻ കാണോത്തിന്നാണ് പുന്നാര മെഹമൂദിൻ പൂമണി മോളുടെ കാണോത്ത് പൂവത്ത ഫാത്തിമ സുഹറ കൊള്ളിൽ കുഴലൂത്ത് കൊട്ടും പാട്ടും ഒപ്പനമുട്ടും കല്യാണത്തിന് കേട്ടില്ല എട്ടും മട്ടും മസിലിപ്പട്ടും ഈ ഫാത്തിമ കണ്ടില്ല കൊട്ടും പാട്ടും ഒപ്പനമുട്ടും കല്യാണത്തിന് കേട്ടില്ല കെട്ടും മട്ടും മസിലിപ്പട്ടും ഈ ഫാത്തിമ കണ്ടില്ല കൽബിൽ മുട്ടും തട്ടും അല്ലാതൊന്നും അവിടെ കണ്ടില്ല കൽബിൽ മുട്ടും തട്ടും അല്ലാതൊന്നും അവിടെ കണ്ടില്ല ഹാത്തിമുലമ്പിയ മുത്ത് മുഹമ്മദ് ഫാത്തിമ ബീവിതൻ കാണോത്തിന്നാണ് ഹാത്തിമുലമ്പിയ മുത്ത് മുഹമ്മദ് ഫാത്തിമ ബീവിതൻ കാണോത്തിന്നാണ് പുന്നാര മെഹമൂദിൻ പൂമണി മോളുടെ കാണോത്ത് പുന്നാര മെഹമൂദിൻ പൂമണി മോളുടെ കാണോത്ത് കണ്ണാടി കവിളത്ത് ബീവിക്കുണ്ടൊളി മത്താപ്പ് കാണോത്ത് രാവിനായി നീലാകാശമേലാപ്പ് ഹാത്തിമുലമ്പിയ മുത്ത് മുഹമ്മദ് ഫാത്തിമ ബീവിതൻ കാണോത്തിന്നാണ് ഹാത്തിമുലമ്പിയ മുത്ത് മുഹമ്മദ് ഫാത്തിമ ബീവിതൻ കാണോത്തിന്നാണ് പുന്നാര മെഹമൂദിൻ പൂമണി മോളുടെ കാണോത്ത് പൂവത്ത ഫാത്തിമ സുഹറ കൊള്ളിൽ കുഴലൂത്ത് കണ്ണാടി കവിളത്ത് ബീവിക്കുണ്ടൊളി മത്താപ്പ് കാണോത്ത് രാവിനായി നീലാകാശമേലാപ്പ് ഹാത്തിമുലമ്പിയ മുത്ത് മുഹമ്മദ് ഫാത്തിമ ബീവിതൻ കാണോത്തിന്നാണ് ഹാത്തിമുലമ്പിയ മുത്ത് മുഹമ്മദ് ഫാത്തിമ ബീവിതൻ കാണോത്തിന്നാണ് പുന്നാര മെഹമൂദിൻ പൂമണി മോളുടെ കാണോത്ത് പൂവത്ത ഫാത്തിമ സുഹറ കൊള്ളിൽ കുഴലൂത്ത്. പ്രശസ്ത എഴുത്തുകാരൻ സുഭാഷ് ചന്ദ്രൻ എഴുതിയ ഏകാഗ്രതയുടെ ശക്തി എന്ന കഥയുടെ ശബ്ദരേഖ കേൾക്കാം. നമുക്ക് വേണ്ടി കഥ വായിക്കുന്നത് സാംസൺ ജോസ്. ഏകാഗ്രതയുടെ ശക്തി. ഒരിക്കൽ ഒരു രാജകുമാരനും അവിടുത്തെ മന്ത്രിയും കൂടി കാട്ടിൽ പോയി. അമ്പും വില്ലുമായി അവർ കാട്ടിൽ പോയത് വേട്ടയാടാനൊന്നുമായിരുന്നില്ല, പിന്നെയോ പഠിച്ചുറപ്പിച്ച അസ്ത്രവിദ്യ കൂടുതൽ പരിശീലിക്കാനായിരുന്നു അവരുടെ യാത്ര. രാജകുമാരനും മന്ത്രിയും ഒരിടത്ത് നിലയുറപ്പിച്ച് അവർ ഞാൻ മുറുക്കി വില്ലും തയ്യാറാക്കി അസ്ത്രമെടുത്ത് ദൂരെയുള്ള ഒരു വൃക്ഷത്തിലേക്ക് ഉന്നം പിടിച്ചു. മരത്തിൽ പഴുത്തു തൂങ്ങുന്ന പഴങ്ങളിലേക്ക് അസ്ത്രമേക്കാൻ തുടങ്ങുന്ന നേരത്ത് പിന്നിൽ ഒരു വിളി കേട്ടു. ഓഹോയ്! രാജകുമാരൻ്റെയും മന്ത്രിയുടെയും ഉന്നം തെറ്റി. രണ്ടുപേരും അയച്ച അസ്ത്രങ്ങൾ ഒരു പഴത്തിലും കൊള്ളാതെ പാഞ്ഞു. അവർ പിന്നെയും അസ്ത്രമെടുത്ത് തയ്യാറാക്കി. അമ്പെയും മുൻപേ ആ കൂവൽ ഉയർന്നു. ഓഹോയ്! ഇത്തവണയും ഉന്നം തെറ്റി. രാജകുമാരനും മന്ത്രിയും
പിന്നിലേക്ക് നോക്കി. ഒരു കാട്ടാള ബാലൻ അതാ ചിരിച്ചുകൊണ്ട് പിന്നിൽ നിൽക്കുന്നു. നീ എന്താ ഞങ്ങളെ കളിയാക്കുകയാണോ? അവന്റെ അരികിലേക്ക് ചെന്നിട്ട് അവർ ദേഷ്യത്തോടെ പറഞ്ഞു. അതിന്റെ മറുപടിയായി കാട്ടാള ബാലൻ ഒന്ന് ചിരിച്ചു. എന്നിട്ട് അവൻ തൻ്റെ വില്ലെടുത്ത് ആ ഫലവൃക്ഷത്തിനു നേരെ അമ്പെയ്തു. ടിൻ പഴം നെട്ടറ്റു. കൗതുകത്തോടെ തന്നെ നോക്കി നിൽക്കുന്ന രാജകുമാരനോടും മന്ത്രിയോടും കാട്ടാള ബാലൻ പറഞ്ഞു, നിങ്ങൾക്ക് അസ്ത്രവിദ്യ പഠിപ്പിച്ചു തരാൻ വലിയ ഗുരുക്കന്മാരെ കിട്ടിയിരിക്കാം. കാട്ടിലോ നാട്ടിലോ എവിടെ വെച്ചാലും അത് പരിശീലിക്കാൻ അധികാരമുണ്ടാകാം. പക്ഷേ ഏതു വിദ്യ പ്രയോഗിക്കുമ്പോഴും ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു കാര്യം നിങ്ങൾക്കില്ലാതെയായിപ്പോയി. ഏകാഗ്രത എന്ന ഗുണം. വെറുമൊരു പീക്കിരി ചെറുക്കനായ എൻ്റെ കൂവി വിളി കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഉന്നം തെറ്റി. എന്നാൽ ഞാനിതാ വലിയ പഠിപ്പും പരിശീലനവുമൊന്നുമില്ലാഞ്ഞിട്ടും നിഷ്ഠപ്രയാസം ലക്ഷ്യം കണ്ടിരിക്കുന്നു. രാജ്യത്തെ രാജകുമാരനും മന്ത്രിയുമാണ് അടുത്തുള്ളത് എന്ന കാര്യം പോലും ശ്രദ്ധിക്കാതെ ആ പഴത്തിൽ മാത്രം ശ്രദ്ധ കൊണ്ടാണ് ഞാൻ അമ്പെയ്തത്. അതിൽ ഞാൻ വിജയിക്കുകയും ചെയ്തു. ഏകാഗ്രത ശക്തി തങ്ങൾക്ക് മനസ്സിലാക്കി തന്ന കാട്ടാള ബാലനെ വണങ്ങിക്കൊണ്ട് മന്ത്രിയും രാജാവും കാട്ടിലേക്ക് മടങ്ങി. നാദം കുഞ്ഞുങ്ങൾ തന്നാദം റേഡിയോ പ്രിയോർ റേഡിയോ പ്രിയോർ റേഡിയോ പ്രിയോർ. ഇനി നമുക്ക് ഡോണിന്റെ ഒരു പാട്ട് കേട്ടാലോ? ആവേ ആവേ മരിയ ആവേ 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 മരിയ കന്യാകുമാരിയമ്മേ കാവൽ മാല ഹമാരേ നിത്യതും കാത്തിടണേ കൂടെ നടന്നിടണേ സാത്താനെ ദൂരെ അകറ്റിടണേ. മലയാള സാഹിത്യത്തിലെ കാൽപ്പനിക വസന്തമായിരുന്ന മഹാകവി ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയെക്കുറിച്ച് ഒരു വിവരണവുമായി എത്തുന്നു ആഗ്നസ്. ചങ്ങമ്പുഴ കൃഷ്ണപിള്ള 1911 ഒക്ടോബർ 10 ഇടപ്പള്ളിയിലെ ഒരു പുരാതന കുടുംബത്തിൽ ജനിച്ചു. പിതാവ് തെക്കേടത്ത് നാരായണ മേനോൻ, മാതാവ് പാർക്കുട്ടിയമ്മ. നാരായണ മേനോൻ വക്കീൽ ഗുമസ്തനായിരുന്നു. കൃഷ്ണപിള്ളയുടെ പ്രാഥമിക വിദ്യാഭ്യാസം തുടങ്ങുന്നത് ഇടപ്പള്ളിയിലെ MM ബോയ്സ് സ്കൂളിൽ ആയിരുന്നു. ബാല്യകാലത്ത് തന്നെ തൻ്റെ മനസ്സിനെ മതിപ്പിക്കുന്ന സംഭവങ്ങളെ പദ്യരൂപത്തിൽ എഴുതുന്ന ശീലമുണ്ടായിരുന്നു ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയ്ക്ക്. 1927 മിഡിൽ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ആലുവ സെന്റ് മേരീസ് സ്കൂളിൽ പഠനം തുടർന്നു. ചങ്ങമ്പുഴയുടെ ആദ്യ കവിതയുടെ പിറവി പൗരസ്ത്യ ദൂതൻ എന്ന മാസികയിലൂടെയായിരുന്നു. മംഗളം എന്നായിരുന്നു കവിതയുടെ പേര്. വിദ്യാഭ്യാസകാലം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ പ്രൈമറി സ്കൂളിൽ ഡ്രോയിങ് മാസ്റ്ററായ CK രാമൻ മേനോന്റെ മകൾ ശ്രീദേവി അമ്മയെ വിവാഹം ചെയ്തു. ചങ്ങമ്പുഴയുടെ പ്രിയ സുഹൃത്തായിരുന്നു ഇടപ്പള്ളി രാഘവൻ പിള്ള. ഇടപ്പള്ളി കവികൾ എന്നാണ് ഇവരെ പറഞ്ഞിരുന്നത്. അദ്ദേഹത്തിൻ്റെ ആത്മഹത്യ ചങ്ങമ്പുഴയെ വല്ലാതെ വേദനിപ്പിച്ചു. അതേ തുടർന്ന് ചങ്ങമ്പുഴ രമണൻ എഴുതിയത്. ക്ഷയരോഗം വന്ന് 1948 ജൂൺ 17 ചങ്ങമ്പുഴ അന്തരിച്ചു. You're listening to Radio Prior, presented by Little Kites, St. Philomena's HSS Kunamav. നമസ്കാരം. പ്രധാന വാർത്തകൾ വായിക്കുന്നത് 6Cയിൽ നിന്നും ദീക്ഷ ശങ്കർ. 2025-26 അധ്യയന വർഷത്തെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് കുട്ടികളുടെ ദ്വിതീയ സോപാൻ എക്സാമിനോടനുബന്ധിച്ചുള്ള 2 ദിവസത്തെ ക്യാമ്പ് പുല്ലംകുളം SNHSS സ്കൂളിൽ വച്ച് നടത്തപ്പെട്ടു. 4 ഗൈഡ്സും 9 സ്കൗട്ടും സ്കൗട്ട് മാസ്റ്റർ സാനി ടീച്ചറും ഗൈഡ് ക്യാപ്റ്റൻ രാഗി ടീച്ചറും ക്യാമ്പിൽ പങ്കെടുത്തു. സെന്റ് ഫിലോമിന സ്കൂളിൽ സെപ്റ്റംബർ 14 ലോക ഭക്ഷ്യദിനം വിപുലമായ പരിപാടികളോട് നടത്തപ്പെട്ടു.
5ാം ക്ലാസ് അധ്യാപകർ ദിനാചരണത്തിന് നേതൃത്വം നൽകി. SRG കൺവീനർ സജിത ടീച്ചർ ഫുഡ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. വ്യത്യസ്തങ്ങളായ ഭക്ഷ്യവിഭവങ്ങളുടെ പ്രദർശനവും നടന്നു. സ്കൂൾ അസംബ്ലിയിൽ ഭക്ഷ്യദിന സന്ദേശങ്ങൾ അടങ്ങിയ ചാർട്ടുകൾ പ്രദർശിപ്പിച്ചു. സ്കൂളിലെ SPC, JRC, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് യൂണിറ്റുകളുടെ നേതൃത്വത്തിലും ഭക്ഷ്യവിഭവങ്ങളുടെ പ്രദർശനം നടത്തപ്പെട്ടു. രോഗങ്ങൾ തടയുന്നതിനും ജീവൻ രക്ഷിക്കുന്നതിനും സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈ കഴുകേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനായി ഒക്ടോബർ 15-ന് സെന്റ് ഫിലോമിനാസ് HSS കൂനമ്മാവിൽ 5ാം ക്ലാസ്സുകാരുടെയും SPC കേഡറ്റ്സിൻ്റെയും നേതൃത്വത്തിൽ കൈ കഴുകുക ദിനാചരണം നടപ്പിലാക്കി. സ്കൂളിൽ ആരംഭിച്ച കുട്ടിക്കൃഷിക്കൂട്ടം പദ്ധതിയുടെ ഭാഗമായി കുട്ടികൾ സ്കൂൾ അങ്കണത്തിൽ പച്ചക്കറി കൃഷി ആരംഭിച്ചു. വെണ്ട, തക്കാളി, പയർ, വഴുതന എന്നീ പച്ചക്കറികളാണ് കൃഷി ചെയ്യുന്നത്. ഹിമി ടീച്ചർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. വാർത്തകൾ അവസാനിച്ചു. നമസ്കാരം. പാട്ടും കഥകളുമായി കടന്നുപോയ നിമിഷങ്ങൾ നിങ്ങൾ ആസ്വദിച്ചു എന്ന് കരുതുന്നു. റേഡിയോ പ്രിയോറിൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും 6Cയിലെ കൊച്ചുകൂട്ടുകാരുടെയും ശിവ ടീച്ചറുടെയും സ്നേഹം നിറഞ്ഞ ദീപാവലി ആശംസകൾ. ബട്ടർഫ്ലൈസ് ഓഫ് 6C സൈനിങ് ഔട്ട്. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ.